ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായി. ചമോലി ജില്ലയിലെ തരാലിയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി പേർ കുടുങ്ങി. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പ്രദേശത്ത് വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായത്. നിരവധി പേരാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. തരാലി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉൾപ്പെടെ നിരവധി വീടുകൾ തകർന്നു. തരാലി സഗ്വാര റോഡിലെ ഗതാഗതം സ്തംഭിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമീപ ഗ്രാമങ്ങളായ സഗ്വാരയിലും ചെബ്ഡണിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമുന നദിയിൽ അടിഞ്ഞ ചെളിയും അവശിഷ്ടങ്ങളും നീക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ഹർസിലിൽ രൂപം കൊണ്ട തടാകം വറ്റിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. അതേസമയം ഉത്തരാഖണ്ഡിൽ ആഗസ്റ്റ് 25 വരെ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജസ്ഥാനിലും ഗുജറാത്തിലും കനത്ത മഴ തുടരുകയാണ്. രാജസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴയെ തുടർന്ന് 10 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകി. പഞ്ചാബിൽ ലുധിയാന, ഹോഷിയാപൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.